ഹായ് കൂട്ടുകാരെ, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടൊരു തീയലാണ് വെക്കുന്നത്. കൊഞ്ച് തീയൽ, പച്ച കൊഞ്ച് തീയലാണ് വെക്കുന്നത്. അതെങ്ങനെ വെക്കാമെന്ന് നോക്കാം. വായു വീഡിയോയിലേക്ക്. അങ്ങനെ കൊഞ്ച് തീയലാണ് വെക്കുന്നത്. അതിനായിട്ട് കൊഞ്ച് തീയൽ വെക്കുമ്പം ഞാൻ അതിൻ്റെ അകത്ത് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. കൊഞ്ച് തീയൽ വെക്കുമ്പോൾ നമ്മൾ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നത് നല്ലതാണ്. ഒരു അരമുറി സവാള ചെറുതായിട്ട് അരിഞ്ഞ് അത് ചേർക്കുന്നുണ്ട്. പിന്നെ കുടംപുളി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമായ മസാല ഇട്ട് കൊടുക്കാം. 1/2 കിലോ കൊഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തീയൽ പോലെ വെക്കാനാണ് ഞാൻ വഴട്ടാതെ തന്നെയാണ് ഞാൻ ഇന്ന് കറി വെക്കുന്നത്. വഴട്ടേണ്ടവർക്ക് അത് നമുക്ക് ഉള്ളിയും ഒക്കെ വഴറ്റിയിട്ട് ചേർക്കാവുന്നതാണ്. ഇന്ന് ഞാനിത് വഴട്ടാതാണ് ഉണ്ടാക്കുന്നത്. അവരവരുടെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്യാം. ഇന്ന് എളുപ്പത്തിനാണ് ഞാനിങ്ങനെ കറി വെക്കുന്നത്. അതിലേക്ക് ഇച്ചിരി ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യമായ വെള്ളവും ചേർത്ത് ഇത് വേകാൻ വെക്കണം. ആ വേകുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കണം. ഒരു അരമുറി തേങ്ങ എടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മസാലയെല്ലാം ചേർത്ത് കൊടുത്ത് ആവശ്യമായ വെള്ളവും പുളിയും ചേർത്തിട്ട് നമുക്ക് ഇത് ഉപ്പും ചേർത്ത് വേകാൻ വെക്കാം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ചുമന്ന് വരുന്നിടം വരെ വറുത്തെടുക്കാം. ഞാനത് നോക്കുന്നുണ്ടായിരുന്നു. ഇതൊന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണമായിരുന്നു. കൊഞ്ച് വെന്തിട്ട് വേണം നമ്മൾ ഈ അരപ്പ് വറുത്ത തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിന് ഞാൻ ഇടയ്ക്ക് നോക്കിയായിരുന്നു. ആ സമയത്ത് വേകുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്ത് ചേർക്കണം. കണ്ടോ, ഇന്ന് ഇച്ചിരി പുളി മുന്നോട്ടുണ്ട്. കാരണം 2-3 പുളി എക്സ്ട്രാ കൂടുതൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ തേങ്ങ അരച്ചത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഏകദേശം വെന്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ അരച്ചതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അത് അടുപ്പെടുത്ത് അടച്ച് അത് അവിടെ നിന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള കടുക് താളിക്കണം. അതിനായിട്ട് എണ്ണ ഒഴിച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കടുകിട്ടു. സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തു. കരിയാപ്പലയാണ് ഇട്ട്. പിന്നെ ചുമന്നുള്ളി കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചുമന്നുള്ളിയാണ് ഒന്നുകൂടെ ടേസ്റ്റ് കേട്ടോ. അങ്ങനെ കടുക് താളിച്ചിട്ട് നമുക്ക് അത് ചുമന്ന് വരുമ്പോഴത്തേനും കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതൊന്നുകൂടെ അവിടെ ഇരുന്ന് തിളയ്ക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് തീയൽ റെഡി ആവുന്നത്. ആ എണ്ണയൊന്ന് തെളിഞ്ഞ് വരണം. അതാണ് ഇതിൻ്റെ കണക്ക് കേട്ടോ. കറി വെന്തു എന്നുള്ളത് കറക്റ്റ് അറിയുന്ന ആ എണ്ണ മുകളിൽ തെളിഞ്ഞ് വരണം. അതുവരെ അത് അവിടെ ഇരുന്ന് ചെറു തീയിലിരുന്നത് വേകട്ടെ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തീയൽ കറി റെഡി ആയിട്ടുണ്ട്. ചോറിനാനൊരു ബെസ്റ്റ് കൂട്ടാനാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. വ്യത്യസ്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ കൂട്ടുകാരെ.